എന്തിനായിരുന്നു ചന്ദ്രശേഖരനെ കൊന്നത്? അതിന് സ്വരാജിന്റെ അഭിപ്രായം എന്താണ്? 30 വർഷത്തെ പിണറായി സർക്കാർ LDF സർക്കാരിന്റെ ഈ ദുർഭരണത്തെ ജനം മടുത്തിരിക്കുകയാണ്. ജനം അങ്ങേയറ്റത്തെ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. സ്വന്തം പാർട്ടിക്കാർ അതേവരെ ആ പാർട്ടിയിൽ നിന്ന ഒരാളെ കൊല ചെയ്തപ്പോൾ എന്തേ പരസ്യമായിട്ട് അതിനെ തള്ളിപ്പറയാൻ തയ്യാറായി? ഞാൻ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ്, EP ജയരാജൻ, ഇതിലെ പ്രധാന പ്രതിയായിരുന്ന 13ാം പ്രതിയായിരുന്ന കുഞ്ഞനന്തനെ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ എത്ര പുകഴ്ത്തിയാണ് സംസാരിച്ചത്. BJPയും CPM ഒന്നു തന്നെയാണല്ലോ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും അവർക്ക് ഒരു ആയുധം വിട്ടുകൊടുക്കാൻ പിണറായി വിജയൻ വളരെ ബോധപൂർവമായ ഒരു ശ്രമം നടത്തിയതാണ്. അത് ഗുരുതരമായ പ്രത്യാഘാതം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നുള്ളത് കാണേണ്ടതാണ്. നമസ്കാരം. നിലമ്പൂർ വലിയ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കനത്ത മഴയെ പോലും വെല്ലുന്ന ചൂടാണ്, തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം RMP നേതാവും വടകര MLA ആയിട്ടുള്ള KK രമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എങ്ങനെയാണ് നിലമ്പൂരിലെ UDFന്റെ സാധ്യത? നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു സംശയം വേണ്ട. കാരണം 9 വർഷത്തെ പിണറായി സർക്കാർ LDF സർക്കാരിന്റെ ഈ ദുർഭരണത്തെ ജനം മടുത്തിരിക്കുകയാണ്. ജനം അങ്ങേയറ്റത്തെ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDFന്റെ സ്ഥാനാർത്ഥി സ്വരാജാണ്. ചേച്ചിയൊക്കെ പ്രവർത്തിച്ചു വന്നൊരു സംഘടനയിലൂടെ തന്നെ വന്നൊരു നേതാവാണ്. അദ്ദേഹം TP ചന്ദ്രശേഖരനെ കുറിച്ച് നടത്തിയൊരു പ്രസ്താവന ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിരുന്നല്ലോ. TP മരിക്കാനേ പാടില്ലായിരുന്നു എന്നുള്ളൊരു രീതിയിലുള്ള പ്രസ്താവനയാണ് സ്വരാജ് നടത്തിയത്. അപ്പൊ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി ഇപ്പൊ നിലമ്പൂർ മത്സരിക്കുന്നു, എന്താണ്? അല്ല, അങ്ങനെ അദ്ദേഹത്തിന് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഇത് ഞാനും കണ്ടിരുന്നു ആ ഇന്റർവ്യൂ. പക്ഷെ അത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറത്താണ് അദ്ദേഹം ആ ഒരു പ്രസ്താവന നടത്തിയത്. എന്താണ് സ്വന്തം പാർട്ടിക്കാർ അതേവരെ ആ പാർട്ടിയിൽ നിന്ന ഒരാളെ കൊല ചെയ്തപ്പോൾ എന്തേ പരസ്യമായിട്ട് അതിനെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നത്? കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ആർക്കും പറയാം. പക്ഷെ ആ കൊലയാളികളെ തള്ളിപ്പറയാൻ, ആ പാർട്ടി അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ഒരിക്കലെങ്കിലും അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴും അദ്ദേഹം തയ്യാറാണോ? ഇപ്പോഴും പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ്, EP ജയരാജൻ, ഇതിലെ പ്രധാന പ്രതിയായിരുന്ന 13ാം പ്രതിയായിരുന്ന കുഞ്ഞനന്തനെ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ എത്ര പുകഴ്ത്തിയാണ് സംസാരിച്ചത്. എന്താണ് സ്വരാജിന് അതിനോടുള്ള അഭിപ്രായം? ഈ CPMന്റെ ഒരുപാട് നേതാക്കന്മാർ ജയിലിലുണ്ട്. അതിന്റെ കൊലയാളികളെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. അവർക്ക് അനുവദനീയമായതിൽ കൂടുതൽ പരോൾ, 1200-ഉം 1300-ഉം ദിവസം പരോൾ അനുവദിച്ച ഒരു സർക്കാരിന്റെ നിലപാടിനെതിരെ സ്വരാജിന്റെ അഭിപ്രായം എന്താണ്? എന്തിനായിരുന്നു ചന്ദ്രശേഖരനെ കൊന്നത്? അതിന് സ്വരാജിന്റെ അഭിപ്രായം എന്താണ്? ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു യുവ നേതാവ് എന്ന നിലയ്ക്ക് അങ്ങനെ കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് എന്തിനാണ് കൊന്നത് എന്ന ചോദ്യം ചോദിച്ചോ? അതിനുത്തരം കൂടി അറിയാം. ഇത് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലായിരിക്കും. ഒരു സംശയം വേണ്ട. ഒരു ടെസ്റ്റ് ഡോസ് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം നമുക്ക്. ഇവിടുത്തെ ഭൂരിപക്ഷമാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞത് പിണറായി നിലമ്പൂരിൽ വന്നിട്ട് വികസനങ്ങളൊന്നും പറയാനില്ല, പറയുന്നത് അത്രയും വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു വർഗീയ പ്രചാരണം മുഖ്യമന്ത്രി നടത്തുന്നുണ്ടൊരു ആക്ഷേപം. അല്ല, അത് വളരെ തന്ത്രപൂർവമായ അങ്ങേയറ്റത്തെ ഗുരുതരമായ ഒരു ആരോപണമാണ്. വളരെ ഗൗരവത്തിൽ നാം കാണേണ്ട ഒരു വിഷയമാണ്. അത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയമായാലും, ബൽഹാമയുമായി ബന്ധപ്പെട്ട വിവാഹ വിഷയമായാലും, ഏത് വിഷയത്തിലായാലും ജമാഅത്തെ ഇസ്ലാമിയോ ഏത് സംഘടനയും ആ തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് മുഖത്ത് വെച്ച് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അത് ഒരു വലിയ ധ്രുവീകരണത്തിന് വഴി തുറക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ ചർച്ച, തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നോക്കൂ, നിങ്ങൾ ആ ചർച്ചയിലേക്ക് വന്നു, മീഡിയാസ് മുഴുവൻ ആ ചർച്ചയിലേക്ക് വന്നു. അതമ്മ യഥാർത്ഥ ജനങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പ്രസ്താവനയാണത്. വളരെ തന്ത്രപരമായ ഒരു നീക്കമാണത്. അത് അങ്ങേറ്റത്തെ ഗൗരവമായ ഒരു വിഷയം കൂടിയാണ്. CPM അല്ലെങ്കിൽ LDF ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പൊ BJP ഏറ്റെടുക്കുന്നത് അതൊരു വലിയ പ്രശ്നമാണ്. അല്ല, അതാണ് BJPക്ക് വേണ്ടി. BJPയും CPM ഒന്നു തന്നെയാണല്ലോ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും അവർക്ക് ഒരു ആയുധം വിട്ടുകൊടുക്കാൻ പിണറായി വിജയൻ വളരെ ബോധപൂർവമായ ഒരു ശ്രമം നടത്തിയതാണ്. അത് ഗുരുതരമായ പ്രത്യാഘാതം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നുള്ളത് കാണേണ്ടതാണ്. നിലമ്പൂരിൽ എത്ര ഒരു ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും, ഉറപ്പായി.